കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം SDPI സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അബ്ദുൽ മജീദ് മലപ്പുറത്തെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് പ്രേക്ഷകർക്ക് മുൻപിൽ മീഡിയ വിഷൻ എത്തിക്കുന്നത്. ഞാൻ അഡ്വക്കേറ്റ് അബ്ദുൽ മജീദ്, കാടാമ്പുഴ സ്വദേശിയാണ്. നമ്മുടെ കോട്ടക്കൽ മണ്ഡലം രൂപം കൊണ്ടതിന് ശേഷം തന്നെ നമ്മുടെ കോട്ടക്കൽ മണ്ഡലത്തിന് വേണ്ടമായ രീതിയിലുള്ള ഒരു വികസനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. നമ്മുടെ ഏറ്റവും വലിയൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ഹൈവേ വന്ന സമയത്ത് ഈ കോട്ടക്കം മണ്ഡലത്തിൽ ഉൾപ്പെട്ട രണ്ടത്താണി പ്രദേശം ഒരു അണ്ടർ പാസിനുള്ള ഒരു സംവിധാനം ചെയ്യാൻ നേരത്തെ ഉണ്ടായ ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. അതുപോലെ ഈ റോഡുമായി ബന്ധപ്പെട്ട് തന്നെ വെട്ടിച്ചിറയിലുള്ള ടോൾ പ്ലാസയിൽ പ്രദേശത്തുകാരായ ആളുകൾക്ക് നടന്നു പോകാനുള്ള ഒരു പാത്വേ സംവിധാനം പോലും ഇല്ലാതെയാണ് ആ പ്രദേശത്ത് ടോൾ പ്ലാസ നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ മറ്റൊരു ഭാഗമായിട്ടുള്ള വളാഞ്ചേരിയിലേക്കുള്ള ബൈപ്പാസ് സർവീസ് റോഡ് ഇവിടെ വട്ടപ്പാറ കഴിഞ്ഞാൽ പിന്നെ കഞ്ഞിപ്പുര ഭാഗം കഴിഞ്ഞാൽ പിന്നെ വളാഞ്ചേരി ടൗണിലേക്ക് ഒരു സർവീസ് റോഡില്ല. അതുകൊണ്ട് തന്നെ വളാഞ്ചേരി ടൗൺ എന്ന് പറയുന്നത് വളരെ മന്ദഗതിയിലാണ്. അതുപോലെ കോട്ടക്കൽ തന്നെ ഒരു പ്രധാന ഘടകമാണ് പുത്തൂര് ബൈപ്പാസ്. ഇന്നേ വരെ യാഥാർത്ഥ്യമാകാത്ത രീതിയിലാണ് അത് ഇന്നും നിലനിൽക്കുന്നത്. അതുപോലെ വിദ്യാഭ്യാസ മേഖല എടുത്തു നോക്കിയാൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒരു ഹയർ സ്റ്റഡി നടത്തുന്നതിന് വേണ്ടി ഒരു ഗവൺമെൻറ് സംവിധാനത്തിലുള്ള കോളേജ് പോലും ഇല്ല. അതുപോലെ നമ്മുടെ ആരോഗ്യ മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബ്ലോക്ക് ഹോസ്പിറ്റലുണ്ട്, താലൂക്ക് ഹോസ്പിറ്റലുണ്ട്. ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ സാധാരണ നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു CHSE ബോർഡ് മാറ്റി സ്ഥാപിച്ച് ഒരു താലൂക്ക് ആശുപത്രി മാത്രമാണ് ചെയ്തിട്ടുള്ളത്. വേണ്ട രീതിയിലുള്ള ഒരു ഫെസിലിറ്റി സംവിധാനവും അവിടെ ചെയ്യാതെയാണ് നമ്മുടെ പ്രദേശത്തെ ഈ കോട്ടക്കൽ മണ്ഡലത്തെ അതിവിദൂരമായ ഒരു വികസനം പോലും നടക്കാത്ത രീതിയിലാണ് കഴിഞ്ഞ പുതിയ കോട്ടക്കൽ മണ്ഡലം രൂപം കൊണ്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് കോട്ടക്കൽ മണ്ഡലത്തിൽ നിന്നിട്ടുള്ളത്. അത് ഞങ്ങൾ നല്ല പ്രതീക്ഷയുണ്ട്, ജനങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല പ്രതികരണമുണ്ട്, നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രദേശത്തെ കോട്ടക്കൽ മണ്ഡലത്തിൻ്റെ പരിപൂർണമായ വികസനം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ സർവ്വ പിന്തുണയും വേണം. അത് വോട്ട് നൽകിക്കൊണ്ട് വൻ ഭൂരിപക്ഷത്തോടു കൂടി എന്ത് ചെയ്യണം, നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്താൽ നാട്ടുകാരൻ എന്നുള്ളതൊക്കെ കോട്ടക്കം മണ്ഡലത്തിലെ നാട്ടുകാരൻ എന്നുള്ളതൊക്കെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്നൊരു വ്യക്തി എന്നുള്ളതൊക്കെ നല്ലൊരു വികസനം യാഥാർത്ഥ്യമാക്കാൻ എനിക്ക് കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ വോട്ടും എനിക്ക് നൽകണമെന്നാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്.